ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതുൽ വ്ളോഗ്സിനെതിരെ ഒരു വീഡിയോ ചെയ്തു. അതുൽ വ്ളോഗ്സിനെതിരെയല്ല, നമ്മുടെ പ്രിയപ്പെട്ട രേണുസുതി, നിങ്ങളുടെ പ്രിയപ്പെട്ടാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും പ്രിയപ്പെട്ട രേണുസുതിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കുറച്ച് വ്ളോഗേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവന്മാരുടെ മെയിൻ ഹോബി അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുക, അവരുടെ സദാചാര പോലീസ് വേണമെങ്കിൽ പറയാം. രേണുസുതിക്ക് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സദാചാര പോലീസാണ് ഇവന്മാർ. രേണുസുതിയുടെ പാസ്റ്റ് അന്വേഷിച്ച് ഡിഗപ്പ് ചെയ്തു പോവുക, രേണുസുതി മരിച്ചുപോയ സുധിച്ചേട്ടനെ കുറിച്ച് തോന്നിയാസം പറയുക, വൃത്തികെട്ട തമ്പനയിൽ വെച്ച്, അതായത് കൂട്ടത്തിൽ അഭിനയിക്കുന്ന ആളെ വെച്ച് വൃത്തികെട്ട തമ്പനയിലുകൾ ഉണ്ടാക്കുക, പിന്നെ അവരുടെ പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ ചെകഞ്ഞ് അവരുടെ വീട്ടുകാരെയും കുടുംബക്കാരെയും ചേർത്ത് ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇവന്മാരുടെ മെയിൻ സാധനം. അപ്പൊ അതിലൊരുത്തനാണ് ഈ അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന അമ്മാച്ചൻ. അപ്പൊ എനിക്കെതിരെ പറഞ്ഞതിന് ഞാൻ ഉറപ്പായിട്ടും തിരിച്ച് മറുപടി കൊടുക്കുകയും, എന്നെ ആന്റി എന്നാണ് കേട്ടോ, പുള്ളി ബഹുമാനത്തോടെ കളിയാക്കി വിളിക്കുന്ന ആന്റി എന്നായതുകൊണ്ട് പുള്ളിക്കാരൻ ഞാനിപ്പോൾ അമ്മാച്ചാന്ന് വിളിക്കാം, അതുൽ അമ്മാച്ചാന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതുലിനെ പറഞ്ഞപ്പോൾ അതിന്റെ ഗ്യാങ്ങിലുള്ള ഒരുത്തനുണ്ട്, വിവി ഹിയർ. ഇവനും ഈ പറഞ്ഞ അനന്തു വ്ളോഗ്സ് എന്നൊക്കെ പറഞ്ഞ അനന്തു, ലൈഫ് ഓഫ് അനന്തു ഇപ്പൊ എന്തോ കുറച്ചായിട്ട് ഒതുങ്ങിയിരിക്കുവാന്ന് എനിക്ക് തോന്നുന്നു. പരാതിയൊക്കെ കൊടുത്ത ഒരു കേസൊക്കെ ആയിരുന്നു തോന്നുന്നു, അതിന്റെ പേരിലാവാം. വ്യക്തിഹത്യക്ക് ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഒരാളുടെ പെർമിഷനോട് കൂടി അയാളോട് എന്തും ചോദിക്കാം, നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ അതിന് ഈ നാട്ടുകാർ കിടന്ന് എന്ത് പുലമ്പിയാലും പ്രശ്നമല്ല. പക്ഷെ അയാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളെ പറയുമ്പോൾ അതൊരു പരിധി കഴിയുമ്പോൾ മനുഷ്യർ പ്രതികരിക്കും. അതിനിപ്പോൾ നമ്മുടെ നാട്ടിൽ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ പറയപ്പെടുന്ന വിവി ഹിയർ കഴിഞ്ഞ ദിവസം അതുൽ വ്ളോഗ്സിനെ എതിർത്ത് സംസാരിച്ചെന്ന് പറഞ്ഞ് എന്റെയും വേറൊരു ചാനൽ, അവൻ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, ഷിബിൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെയും, അതോടൊപ്പം തന്നെ ഈ പ്രതീഷ്, അതായത് രേണുസുതിയുടെ ഒപ്പം ചേർന്ന് അഭിനയിക്കുന്ന പെൺകുട്ടിയുടെയും ചേർത്തിട്ട് രണ്ട് വർത്താനം ഇരുന്ന് അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല കാര്യം, അയാൾ അതിന് റിയാക്ട് ചെയ്തോട്ടെ, നമുക്ക് അതിലൊന്നും എതിർപ്പില്ല. പക്ഷേ അവിടെയും അയാൾ പറയുന്നുണ്ട് എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ശാരിക കുറച്ച് കാര്യങ്ങൾ റിയാക്ട് ചെയ്തിരുന്നു. അപ്പൊ ആ റിയാക്ട് ചെയ്തതിൽ ശാരിക എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത്? ശാരിക വലിയ ആളാണെന്നാണ് ശാരികയുടെ വിചാരം. ഞാൻ ആരുമല്ല, ഞാനൊരു പാവപ്പെട്ട ഇന്റർവ്യൂവറാണ്. ഈ പറയപ്പെടുന്ന പോലെ ഈ കണ്ട ചീഞ്ഞ സാധനങ്ങളെല്ലാം എടുത്ത് വൺ അവർ കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യലല്ല എൻ്റെ പണി. എനിക്കതിന് സമയവും ഇല്ല. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ എൻ്റെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, ഞാൻ വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള സിനിമ റിവ്യൂകൾ മാത്രമാണ് ഇട്ടുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇട്ടിരുന്നു. പക്ഷേ അതിന് സമയങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടും എനിക്ക് എൻ്റെതായ ജോബ് വേറെ ഉള്ളത് കൊണ്ടും, ഇന്റർവ്യൂവും കാര്യങ്ങളും വാർത്തകൾ ചെയ്യാനുള്ളത് കൊണ്ട്, ഞാൻ ആങ്കർ ആയതുകൊണ്ടും ആ ജോലിയുടെ പിറകെ പോയി. അപ്പോൾ അക്കൂട്ടത്തിലാണ് വിവിയുടെ കുറച്ച് പരാമർശങ്ങൾ എന്നിലേക്ക് ഉടക്കിയത്. തീർച്ചയായിട്ടും അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണോ എന്ന് എനിക്ക് സ്വയം ചിലപ്പോൾ തോന്നും. അപ്പോൾ അത് പറയണമല്ലോ. കാരണം അതിനകത്ത് ഈ പറയപ്പെടുന്ന വിവി എന്ന് പറഞ്ഞവൻ പറഞ്ഞത് വേറൊന്നുമല്ല, ശാരിക ഒരു പോലീസുകാരന്റെ മകളാണെന്ന് പറഞ്ഞു. ഇതിനകത്ത് തനിക്ക് ഒരാളെ പറയുമ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം, അയാളുടെ ഫാമിലി എടുത്ത് പരാമർശിക്കാൻ എന്ത് റൈറ്റ് ആണ് വിവിക്കുള്ളത്? അപ്പോൾ പോലീസുകാരൻ എൻ്റെ മകളാണെന്ന് ശാരിക പറഞ്ഞു. അപ്പോൾ പോലീസുകാരൻ്റെ മകളാണെന്ന് പറഞ്ഞല്ല, മകള് തന്നെയാണ്. അദ്ദേഹം മരിച്ചു പോയിട്ട് 10 വർഷത്തോളമായി. ഒരു വല്ലാത്ത ഷോക്കിങ്ങിലൂടെ സംഭവിച്ചൊരു മരണമാണ്. സോ അതുകൊണ്ട് തന്നെയും ആ മരണം അത് വല്ലാതെ എന്നെ ഹോണ്ട് ചെയ്തൊരു മരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേരുകൾ അതിനകത്ത് പരാമർശിക്കുന്നില്ലെങ്കിലും അവൻ പറഞ്ഞത് പോലീസുകാരന്റെ മകളായിട്ട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടതെന്ന്. ഇവൻ ആരുടെ മകനാണ്? ഇവന്റെ അച്ഛന്റെ സ്വഭാവമാണോ ഇയാൾ ഇവിടെ കാണിക്കുന്നത്? തീർച്ചയായിട്ടും പോലീസുകാരുടെ മക്കൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് വിവി ഹിയർ ആണോ തീരുമാനിക്കുന്നത്? ഈ പോലീസ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് പോലീസ്, ഇപ്പൊ എന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എന്റെ ചിറ്റപ്പന്മാരും എന്റെ കസിൻസും എന്റെ അമ്മാവന്മാരും ഒക്കെ പോലീസിലുണ്ട്. എന്റെ ഒരു ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിൽ, എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ 10-20 പോലീസുകാരുണ്ടോ? ഒറ്റ ബെഞ്ച് ഓഫ് പോലീസുകാർ എൻ്റെ കയ്യിലുണ്ട്, എന്റെ വീട്ടിലുണ്ട്. ഇല്ലെന്നല്ല, ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ കൂട്ടുകാരന്മാരായിട്ട് വേറെ കൂട്ടുകാരികളായിട്ടും ഉണ്ട് പോലീസുകാരൊക്കെ. അതിൽ ഏറ്റവും താഴേക്കടയിലുള്ള ഒരു തൊട്ട് മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വരെയുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അവരുടെയൊക്കെ ബിഹേവിയർ പഠിപ്പിക്കാൻ ഇവൻ ആരാണ്? പോലീസുകാരുടെ മക്കളുടെ ബിഹേവിയർ, അല്ലെങ്കിൽ ഡോക്ടർമാരുടെ മക്കൾ ഇങ്ങനെ പെരുമാറണം, ഈ പറയപ്പെടുന്ന തൊഴിലുറപ്പിന് പോകുന്നവരുടെ മക്കൾ ഇങ്ങനെ ചെയ്യണം, ആശാ വർക്കർമാരുടെ മക്കൾ ഇങ്ങനെ പെരുമാറണമെന്നൊരു പിന്നെ എന്താ പറയുന്നത് ഇൻഡാസ് ഇവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ഇൻഡാസ് ഉണ്ടാക്കിയിട്ടാണോ ഇവൻ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള കൂതറ വർത്താനങ്ങൾ പറയുന്നത്? അതാണ് എനിക്ക് വിവിയോട് ചോദിക്കാം. അപ്പോൾ വിവിയുടെ അച്ഛന്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. അപ്പൊ അതിനനുസരിച്ച് എനിക്കൊന്ന് പറയാമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ചെയ്യുന്ന ജോലി അനുസരിച്ചാണോ വിവി ഇവിടെ വന്ന് ഈ പുലമ്പുന്നതെന്ന് അറിയാമായിരുന്നല്ലോ. അതുകൊണ്ട് ചോദിച്ചാ കേട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവന്മാരുടെ കുഴപ്പമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരാളെ പറയുമ്പോൾ അയാളുടെ ജോബിനെയോ അയാളുടെ അഭിനയത്തെയോ അയാളുടെ വർത്തമാനത്തെയോ നമുക്ക് പറയാം. അയാളുടെ ഫാമിലി ഇരിക്കുന്നവരെ, അല്ലെങ്കിൽ പോലീസുകാരുടെ മകൾ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യങ്ങളും ചോദിച്ച്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് വെറുതെ ഒന്ന് കുത്തുക, ചൊറിയുക, ഇങ്ങനെയുള്ള സ്വഭാവ വൈകൃതങ്ങളുള്ള കുറച്ച് വ്ളോഗർമാരെ കുറിച്ചാണ് ഞാൻ പ്രതികരിച്ചത്. ഇനിയും ഞാൻ പ്രതികരിക്കും. പിന്നെ തീർച്ചയായിട്ടും ഇവന് നിയമത്തിന്റെ വഴി തേടേണ്ടാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല. പക്ഷെ ഇപ്പൊ വിവി പറഞ്ഞതിന് ഇതല്ല മറുപടി പറയേണ്ടത്. ഇതിനും പക്ഷെ എന്റെ സംസ്കാരം അതല്ലാത്തത് കൊണ്ടും, ഈ പറയപ്പെടുന്ന ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല, അങ്ങനെ അല്ലാത്തത് കൊണ്ടും അതിനുള്ള മറുപടി ഞാൻ ഇവിടെ പറയുന്നില്ല. പിന്നെ അപ്പോൾ അതിനുള്ള മറുപടി. പിന്നെ അതിനകത്ത് വിവി വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, എന്റെ സംസ്കാരത്തെക്കുറിച്ച്. അതായത് എന്നെ ചീത്ത വിളിച്ചവരുടെ താഴെ വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതാണ് എന്റെ പരിപാടിയെന്ന്.
എന്നെ ചീത്ത വിളിച്ചത് അത് ഞാൻ എപ്പിസോഡായിട്ട് ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു എപ്പിസോഡായിട്ട് ചെയ്യാത്തത്. അതായത് ഞാൻ എന്നെ വിളിച്ച തെറികളെല്ലാം കൂടെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അതിന് ഞാൻ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഞാൻ വരുന്നുണ്ട്. അത് കുറച്ച് നാളായിട്ട് എന്റെ മനസ്സിലുള്ളതാണ്. അപ്പൊ അത്രത്തോളം തെറികൾ ഞാൻ കേട്ടതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അതിൽ എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നതും എന്റെ സ്വഭാവത്തെക്കുറിച്ചും എന്റെ തന്തയും തള്ളയും സഹോദരങ്ങളെയും ബന്ധുക്കളെയൊക്കെ തെറി വിളിച്ചവന്മാരുണ്ട്. അപ്പൊ അവന്മാരെ എന്ത് വിളിക്കണം? ഇപ്പൊ വിവിയുടെ തന്തയ്ക്ക് ഞാൻ വിളിച്ചാൽ, വിവിയുടെ തള്ളയ്ക്ക് ഞാൻ വിളിച്ചാൽ, അല്ലെങ്കിൽ വിവിയുടെ വീട്ടിലിരിക്കുന്നവർക്കും വിവിക്ക് ഇനി ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കും മകളുണ്ടെങ്കിൽ മകളെയൊക്കെ ചേർത്ത് പറഞ്ഞാൽ ഞാൻ വിവി എന്താണ് അവരെ പൂമാലായിട്ട് സ്വീകരിക്കുമോ? അല്ലെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ചിരുന്നു അണ്ണാ നന്ദി ഇനിയും തുടരൂ തെറിവിളി തുടരൂ എന്ന് പറയൂ? ഇല്ല. ചിലപ്പോൾ വിവിയുടെ സംസ്കാരം അതായിരിക്കും. പക്ഷെ എന്റെ ചാനലിൽ വന്ന് എന്നെ തെറി പറയുന്നവരെ ഞാൻ തിരിച്ചു തെറി വിളിച്ചിരിക്കും. ഒരു സംശയമില്ല, 100% തെറി വിളിച്ചിരിക്കും. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഒരുപാട് ചാനലുകളുണ്ട്. ഒരുപാട് ചാനലുകളിൽ അവരുടെ ചാനലിനടിയിൽ വന്നും അവർ നേരിട്ടുമൊക്കെ എന്നെ തെറി വിളിക്കുന്നുണ്ട്. പക്ഷേ അവർ ഒരു അക്ഷരം ഞാൻ അവരുടെ ആരുടെയും ചാനലിന്റെ താഴെ പോയി അവരുടെ എപ്പിസോഡിന്റെ അടിയിൽ പോയി ഞാൻ കമന്റ് ഇടാറില്ല. പക്ഷെ എന്റെ ചാനലിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എന്നെ വിമർശിക്കാം, നീ കൊള്ളത്തില്ല, അല്ലെങ്കിൽ നിന്നെ കാണാൻ ഇങ്ങനെയാണ്, നീ ചക്കപ്പോത്താണ്, ചീനപ്പന്നിയാണ്, ഒക്കെ വിളിച്ചോളൂ, നോ ഇഷ്യൂസ്. പക്ഷേ സഭ്യത മറികടന്നാൽ, സഭ്യത ലംഘിച്ചാൽ, ഇത് എന്റെ ചാനലാണ്. എന്റെ ചാനൽ എന്ന് പറഞ്ഞാൽ എന്റെ വീടാണ്. ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ ചാനൽ എന്റെ സ്ഥലമാണത്. അവിടെ വന്ന് എന്നെ തെറി വിളിച്ചാൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഞാൻ തെറി വിളിച്ചിരിക്കും. അത് എന്റെ അച്ഛനെ ഞാൻ വിളിക്കുന്നതിൽ അവന്റെ ഡബിൾ അച്ഛനെ മുത്തച്ഛനെ ഒക്കെ ഞാൻ വിളിക്കും. എന്റെ അമ്മയാണ് വിളിച്ചത് അങ്ങനെ തന്നെ. അപ്പൊ എന്നെ പൂ കൂട്ടിയും എന്നെ താ കൂട്ടിയും എന്നെ വേറെ മറ്റേ കൂട്ടിയൊക്കെ വിളിക്കുന്നവനെയൊക്കെ ഞാൻ പിന്നെ ജണ്ട് നൽകി ആചരിക്കണോ? ജണ്ടുമാലകൾ കൊടുക്കണോ? അത് എനിക്ക് ആ സംസ്കാരം എനിക്ക് അറിയില്ല വിവി. പിന്നെ നമ്മൾ പറയുമ്പോൾ എനിക്ക് വിവിയോട് ചെറിയ ഞാൻ ഉപദേശിക്കാൻ ആരുമല്ല, എങ്കിലും ഞാൻ പറയുകയാണ്, ഒരാളെ പറയുമ്പോൾ അയാളുടെ വ്യക്തിത്വത്തെ വിട്ടുമാറ്റി വ്യക്തിഹത്യ, അതായത് അവരുടെ ഫാമിലിയെ കണക്ട് ചെയ്യാതിരിക്കുക. മാക്സിമം കണക്ട് ചെയ്താൽ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല. ഇതിനെ എങ്ങനെ വേണമെങ്കിലും കേൾക്കാം. പിന്നെ ഞാൻ വീട്ടിൽ കയറുതല്ലോ എന്ന് പറഞ്ഞു. എനിക്കാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി തന്നതെങ്കിൽ, എന്നെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് ചെയ്യും എന്നേ പറഞ്ഞോളൂ. ആണെങ്കിൽ ഇവൻ ഇഫ് എന്നാണ് ഉദ്ദേശിച്ചത്. അത് മനസ്സിലാക്കാത്തത് വിവിയുടെ സംസ്കാരം. പക്ഷേ പിന്നെ ഒന്നുകൂടെ എനിക്ക് എഴുതായിട്ട് വിവി എന്ന സഹോദരനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തായാലും ഇപ്പോൾ തന്റെ അച്ഛന്റെ പണി അനുസരിച്ചാണോ താൻ ഇവിടെ വന്ന് ഈ കൂതറ സ്വഭാവമൊക്കെ കാണിക്കുന്നത്? അതെനിക്ക് അറിഞ്ഞോടെ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അപ്പൊ തന്റെ അച്ഛന്റെ ജോലി പറയുവാണെങ്കിൽ എനിക്കും അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ ഇട്ട് തരാം. പിന്നെ പോലീസുകാരുടെ മക്കളെയും ഡോക്ടർമാരുടെ മക്കളെയൊക്കെ ബിഹേവിയറൽ തെറാപ്പി പഠിപ്പിക്കുന്ന ക്ലാസ് എടുക്കുന്നെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ വരാം, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നന്ദി, കാണാം.